ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 19ാമത്തെ പാർട്ടാണ്. അപ്പം നമുക്ക് പാർട്ടിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിലിരിക്കുമ്പോഴാണ് പ്യൂൺ വന്ന് പറഞ്ഞ ഓഫീസ് റൂമിലേക്ക് വിളിച്ചത്. അവൾ സംശയത്തോടെ പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് നടന്നു. പ്രിയവറായ കാരണം അനുവും മേണിയും അവളുടെ കൂടെ വന്നിരുന്നു. അനുവും മേണിയും ഓഫീസിന് പുറത്തു നിന്നു. വർണ്ണ നേരെ അകത്തേക്ക് കയറി. പ്രിൻസിയുടെ മുന്നിലായി തനിക്ക് പരിചയമില്ലാത്ത ഒരാൾ ഇരിക്കുന്നുണ്ട്. ഇതാണ് നിങ്ങൾ പറഞ്ഞ വർണ്ണ. പ്രിൻസി അയാളെ നോക്കി പറഞ്ഞതും അയാൾ ചെയറിൽ നിന്ന് എണീറ്റ് വർണ്ണയുടെ മുന്നിൽ വന്നു നിന്നു. ഇയാളാണോ ദത്തന്റെ വൈഫ് വർണ്ണ? അതെ, എൻ്റെ പേര് ഹരൺ. ഇന്ന് റോഡിൽ വെച്ച് ദത്തന് ചെറിയൊരു അപകടം. ഞാനാണ് അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. കുറച്ച് സീരിയസ് ആണ്. അത് കേട്ടതും വർണ്ണ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. അകത്ത് പറയുന്നതെല്ലാം കേട്ട് അനുവും വേണിയും കൂടെ അകത്തേക്ക് വന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ദത്തന്റെ ബന്ധപ്പെട്ട ആരെങ്കിലും വരണമെന്ന് പറഞ്ഞത്. കൂടെയുള്ള ഒരാള് ആണ് ദത്തന്റെ വൈഫ് വർണ്ണ ഈ കോളേജിൽ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അതാ നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ ഫ്രണ്ടാണ് വരുൺ. അതാ ഞാൻ അന്വേഷിക്കുക പോലും ചെയ്യാതെ വർണ്ണയെ നേരെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. വർണ്ണ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ, പ്രിൻസി പറഞ്ഞു. പിന്നെ എന്താ ഉണ്ടായെന്ന് വർണ്ണ ഒന്നും അറിഞ്ഞിരുന്നില്ല. വേണിയും അനുവും കൂടെ വർണ്ണയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. വരുണിന്റെ കാറിൽ തന്നെയാണ് അവർ പോയത്. ഹോസ്പിറ്റലിൽ എത്തിയതും വരുൺ ICUവിന്റെ മുന്നിൽ വർണ്ണയാക്കിയ ശേഷം തിരികെ പോയി. അനുവും വേണിയും കൂടി വർണ്ണയെ ICUവിന് മുന്നിലുള്ള ചെയറിലിരുത്തി. അവർക്ക് പരിചയമുള്ള 1-2 നാട്ടിലെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. വെട്ടിയതാന്നാ കേട്ടെ. കൂട്ടത്തിൽ ദത്തനും ചിത്തുവിനാണ് കൂടുതൽ സീരിയസ്. രാവിലെ കവലയിൽ വെച്ച് ഡേവിഡും ദത്തന്റെ ഗ്യാങ്ങും ഒരു അടിപിടി ഉണ്ടായി. അതിന്റെ ദേഷ്യത്തിൽ കലുങ്കിന്റെ അടുത്തുള്ള ഇടവഴിയിൽ വെച്ച് തിരിച്ച് പകരം വീട്ടിയതാന്നാ കേട്ടെ. ദത്തൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വെട്ട് കിട്ടിയിട്ടുണ്ട്. ജിത്തുവിനെ ഒരാൾ വെട്ടാൻ വന്നപ്പോൾ ദത്തൻ അത് തടയാൻ വന്നതാ. അപ്പോഴേക്കും ഡേവിഡ് ദത്തന്റെ തലക്കെട്ടിച്ച് അടിച്ചു വീഴ്ത്തി. അവന്റെ തലയ്ക്കാണ് പരുക്ക്. ഇത്രയും നേരമായിട്ടും ബോധം തെളിഞ്ഞിട്ടുമില്ല. കൂട്ടത്തിൽ 2 പേർ കൂടെ സംസാരിക്കുന്നത് കേട്ടത് അനുവും വേണി ഞെട്ടി. പക്ഷെ അതെല്ലാം കേട്ടിട്ട് ഒരു പ്രതികരണവും ഇല്ലാതെ ഇരിക്കുകയാണ് വർണ്ണ. കുറച്ചു മുമ്പ് ഇവിടെ ഒരു പയ്യൻ നിൽക്കുന്നുണ്ടായിരുന്നില്ലേ? അവരാ ഇവന്മാരെ ഹോസ്പിറ്റലിൽ എത്തിച്ചേ. എന്തു പറയാനാ, ഇങ്ങനെ അടിപിടിയായിട്ട് നടക്കുന്നവർ ഉണ്ട് നമ്മുടെ നാട്ടിൽ വില കളയാനായിട്ട്. അത് പറഞ്ഞ് അവിടെ കൂടി നിന്ന പരിചയക്കാർ പുറത്തേക്ക് പോയി. കോളേജിൽ നിന്ന് ഇറങ്ങിയത് മുതൽ മരവിച്ച ഒരവസ്ഥയിലാണ് വർണ്ണ. കുറച്ചു നേരം കഴിഞ്ഞ് വർണ്ണ ചെയറിൽ നിന്ന് എണീറ്റ് ICUവിന്റെ മുന്നിലേക്ക് നടന്നു. അകത്ത് തലയിൽ വലിയ കറ്റുമായി കിടക്കുന്ന ദത്തൻ. മുഖത്ത് അടിപിടിക്ക് ആയി ചോരപ്പാടും ചെറിയ മുറിവുകളും ഉണ്ട്. ഇതെല്ലാം ഗ്ലാസ് ഡോറിലൂടെ കണ്ട വർണ്ണ പൊട്ടിക്കരയാൻ തുടങ്ങി. അവൾ ICUവിൽ ചാരി നിന്ന് ഉറക്കിയ ദത്തനെ അലറി വിളിച്ചു. ദത്ത, എനിക്ക് ഞാനാ വിളിക്കണേ, കണ്ണു തുറക്ക് ദത്ത. അവൾ ഡോറിൽ ശക്തിയായി തട്ടിക്കൊണ്ട് കരഞ്ഞു. അത് കേട്ട് അനുവും വേണി അവളെ വന്ന് പിടിച്ചു വലിച്ച് ചേറി കൊണ്ടുവന്നിരുത്തി. പറ അനു, ദത്തിനോട് എണീക്കാൻ പറ. അവനെന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? പറ വേണി, നിങ്ങൾ പറഞ്ഞ അവൻ കേൾക്കും. അവൻ എന്നോടുള്ള ദേഷ്യം കൊണ്ടാ ഞാൻ വിളിച്ചിട്ട് എണീക്കാത്തെ. നിങ്ങൾ വിളിക്കുക, അവൻ കേൾക്കും. വർണ്ണ ഓരോന്ന് പറഞ്ഞ് കൊണ്ട് വിതുമ്പി കരയാൻ തുടങ്ങി. വേണി അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞതും ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. ദേവദത്തിന്റെ കൂടെയുള്ളവരാരാ? അത് കേട്ടതും അനുവും വേണിയും ചേർന്ന് നിന്ന് എണീറ്റു. ഞങ്ങളാ. നിങ്ങളാരാ ദേവദത്തിന്റെ? ഞങ്ങളാ, അനു പറഞ്ഞു. ശരി, എൻ്റെ ക്യാബിനിലേക്ക് വരൂ. അത് പറഞ്ഞ് ഡോക്ടർ മുന്നേറ്റ് നടന്നു. വർണ്ണയെ ഒന്ന് നോക്കിയ ശേഷം അനുവും വേണിയും ഡോക്ടറുടെ അടുത്തേക്ക് പോയി. ദത്തനെ ആദ്യമായി കണ്ടതും പിന്നീട് കവലയിൽ വെച്ചുള്ള അടിയും അവൻ തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയും തങ്ങൾ തമ്മിലുള്ള വഴക്കും ദത്തൻ്റെ പറയാതെ പറഞ്ഞ സ്നേഹം എല്ലാം ഒരു മിന്നായം പോലെ വർണ്ണയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ഓരോന്നോർത്തിരിക്കുമ്പോഴാണ് കുറച്ചകലെയായി മറ്റൊരു റൂമിന് പുറത്തിരിക്കുന്ന കോകിലെ അവൾ കണ്ടത്. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലാതെ കരഞ്ഞു തളർന്നിരിക്കുകയാണ് കോകില. ഇന്നലെ ഈ സമയം തങ്ങളെല്ലാവരും എത്രത്തോളം സന്തോഷിച്ചതായിരുന്നു. വർണ്ണ എഴുന്നേറ്റ് കോകിലയുടെ അടുത്തേക്ക് നടന്നു.
വർണ്ണയെ കണ്ടതും കോകിലയുടെ ഉള്ളിൽ നിന്നൊരു തേങ്ങൽ പുറത്തേക്ക് വന്നു. അവളെ ഒന്ന് വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ പോലും വർണ്ണയ്ക്ക് കഴിഞ്ഞില്ല. വർണ്ണ കോകിലയുടെ അടുത്തുള്ള ചെയറിലിരുന്നു. വർണ്ണ അവളുടെ തോളിൽ കൈവച്ച് കണ്ണുകൊണ്ടൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഇരുവരും ഒരു മരവിപ്പോടെ ഐസിയുവിന്റെ മുന്നിലിരുന്നു. ദേവജിത്തിന്റെ കൂടെയുള്ളവർ അർജന്റായി ഡോക്ടറെ കാണാൻ പറഞ്ഞു. ഒരു നേഴ്സ് പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും വർണ്ണ കോകിലയും കൂട്ടി ഡോക്ടറുടെ അരികിലേക്ക് പോയി. നിങ്ങളാണോ ദേവജിത്തിന്റെ കൂടെയുള്ളവര്? അതെ. ദേവജിത്തിന്റെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാണ്. 4 വെട്ട് ആഴത്തിലുള്ള 2 കുത്തും കിട്ടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്നൊരു സർജറി വേണം. അത് എത്ര നേരത്തെ ആകുന്നോ അത്രയും നല്ലത്. നേരം വൈകുന്നവരും അത് അയാളുടെ ജീവന് തന്നെ ആപത്താണ്. അത് കേട്ടതും കോകിലയിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നു. അവൾ സാരി തലപ്പുകൊണ്ട് വാ പൊത്തിപ്പിടിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സർജറിയുടെ കാര്യമാണ്. എത്രയും പെട്ടെന്ന് 5 ലക്ഷം രൂപ അടയ്ക്കണം. എനിക്കറിയാം നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല എന്ന്. എങ്കിലും നാട്ടിലുള്ള ആരുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ആരോടും ഇങ്ങനെ സഹായം ചോദിക്കി. എത്രയും പെട്ടെന്ന് സർജറി നടത്തുന്നു ജിത്തു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അത്രയും സാധ്യത കൂടുതലാണ്. വർണ്ണ കോകിലയെ കൊണ്ട് ഡോക്ടറുടെ ക്യാബിനിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ അവരെ അന്വേഷിച്ച് അനുവും വേണി അവിടേക്ക് വന്നിരുന്നു. അനു, നീ ചേച്ചിയും കൊണ്ട് ഇവിടേക്ക് പോയിരുന്നോ? വേണി, നീ എൻ്റെ ഒപ്പം വാ. അത് പറഞ്ഞു വർണ്ണ വേണിയും കൂട്ടി ഹോസ്പിറ്റലിൽ പുറത്തേക്ക് നടന്നു. ദത്തൻ, അവനെ കുറിച്ച് ഡോക്ടർ എന്താ പറഞ്ഞേ? ഇപ്പൊന്നും പറയാറായിട്ടില്ല. 24 മണിക്കൂർ കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന്. നമ്മൾ ചെറിയ കുട്ടികളല്ലേ. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. നീ സങ്കടപ്പെടണ്ട, ചേട്ടനൊന്നും വരില്ല. ജിത്തു എങ്ങനെയുണ്ട്? ഡോക്ടർ എന്താ പറഞ്ഞേ? വർണ്ണ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണിയോട് പറഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാ പറഞ്ഞ മോളെ? നമ്മൾ ആരോടൊരു സഹായം ചോദിക്കുക? നീ വാ, നമുക്ക് വഴി നോക്കാം എന്തെങ്കിലും. വർണ്ണ വേണിയും കൈ പിടിച്ച് റോഡിലേക്ക് ഇറങ്ങി. ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് അതിൽ കയറി. ഓട്ടോ നേരെ ചെന്ന് നിന്ന് വർണ്ണയുടെ അമ്മായിയുടെ വീട്ടിലേക്കാണ്. വർണ്ണ നേരെ വീട്ടുമുറ്റത്തേക്ക് നടന്നു. കോണിമ്പെല്ലടിച്ചതും പുറത്തേക്ക് വന്ന ആളെ കണ്ട് വർണ്ണയുടെ ഉള്ള പ്രതീക്ഷകളെല്ലാം അവസാനിച്ചിരുന്നു. അല്ല, ഇതാരും വർണ്ണത്തമ്പുരാട്ടിയോ? ഞങ്ങൾ പാവങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ അപ്പം ഓർമ്മയുണ്ടല്ലേ? അഭിജിത്ത് ഒരു പുച്ഛത്തോടെ പറഞ്ഞു. അമ്മായി എവിടെ? ഞാൻ അമ്മായി കാണാൻ തന്നെ വന്നേ. സഹായം ചോദിക്കാനായിരിക്കും വന്നത് അല്ലേ? നിന്റെ അമ്മായി വിചാരിച്ച എന്തു നടക്കാനാ? പക്ഷെ ഞാൻ വിചാരിച്ച പലതും നടക്കും. അവൻ ഒരു വഷളം ചിരിയോടെ പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട. ഞാൻ അമ്മായി കാണാൻ വന്നേ. അമ്മായി, അമ്മായി! അവൾ അകത്തേക്ക് നോക്കി വിളിച്ചു. നീ വെറുതെ വിളിച്ച് കൂവി തൊണ്ട പൊളിക്കണ്ട. ആ തള്ളകത്തുണ്ട്. പക്ഷെ ഞാൻ പറയാതെ അവർ പുറത്തേക്ക് വരില്ല. എൻ്റെ അനുവാദം ഇല്ലാതെ നിന്നെ കാണാനോ സംസാരിക്കാനോ ശ്രമിച്ച ആ നിമിഷം തള്ളയും മകളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കേണ്ടി വരും. അതുകൊണ്ട് പൊന്നുമോള് വന്ന കാര്യം ചേട്ടനോട് പറയേ. ദത്തൻ, അവന് വയ്യ. ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ ജിത്തു ഓപ്പറേഷൻ വേണം. അതിന് 5 ലക്ഷം രൂപ വേണം. പ്ലീസ്, ഞാനൊന്ന് അമ്മയെ കണ്ടോട്ടെ. 5 ലക്ഷം രൂപയൊക്കെ ആ തള്ള എവിടെ നിന്ന് കൊണ്ടുതരാനാ? നിന്നെ ഞാൻ സഹായിക്കാം. നിനക്ക് വേണ്ടി 5 അല്ല 50 ലക്ഷം വരെ ഞാൻ തരും. പക്ഷെ പകരം മറ്റു ചില ഉപകാരം ചെയ്തു തരണം എനിക്ക്. വഷളം ചിരിയോടെ അഭി പറയുന്നത് കേട്ട് വർണ്ണ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. അപ്പോൾ നമ്മുടെ ഈ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം. സ്റ്റോറി ക്ലീശയാക്കാനോ ട്രാജഡി ആക്കാനോ അല്ല കേട്ടോ ഇങ്ങനെ ഒരു സെൻറ്റി ശോകം സീനും കൊണ്ടുവന്നിട്ടുള്ള. നമ്മുടെ സ്റ്റോറി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടന്നു പോകാനാണ്. അതിനാണ് ഇങ്ങനെയൊരു ട്വിസ്റ്റ് വേണം. അതുകൊണ്ടാണ്. പിന്നെന്താ, ജലദോഷം കാരണം മൊത്തത്തിൽ വയ്യ. തലവേദനയും മേലുവേദനയും എല്ലാം ഉണ്ട്. കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും മുല്ലപ്പെരിയാർ പോലെയാണ് വരുന്നത്. അത് കാരണമാണെങ്കിൽ റെക്കോർഡ് ചെയ്യാനിരിക്കുമ്പോൾ ഒരു 400 വട്ടം പോസ് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്യാനിരിക്കണേ. ഇങ്ങനെ പോയ ചന്ദനമഴയിൽ അമൃതയെ വരെ ഞാൻ തോൽപ്പിക്കും. കണ്ണീർ മഴ പെയ്തിട്ടേ. പിന്നെ നാളെ കുറവില്ലെങ്കിൽ സ്റ്റോറി ചെയ്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ അല്ലേ? ബൈ, താങ്ക് യു.